ആളുകളെ ഏതാണ് ഭയപ്പെടുത്തുന്നത്? ഹായ് ഹലോ, ഇറ്റ്സ് മീ ഷവിൻ ഷംസുദ്ദീൻ. വെൽക്കം ടു മല്ലു ഡ്രോൺ ട്രാവലർ. ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് പിഴല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട് കോയമ്പത്തൂരിനടുത്തുള്ള ആനൈക്കട്ടി. ഇതിപ്പോൾ കൂടെയുള്ളത് ജിത്തു ബ്രോ ആണ്. ഇനിയിപ്പം ഒരാളും കൂടെ വരാനുണ്ട്. അത് ഇച്ചിരി സർപ്രൈസാണ്. ഞാനത് വരുന്ന വഴിക്ക് കാണിക്കാം. അപ്പോൾ പോയാലോ? നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് പിഴലയെന്ന് യാത്ര തുടങ്ങിയെന്ന്. വേറൊന്നുമല്ല, എടപ്പള്ളി ആലുവ സൈഡിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന എറണാകുളത്തെ ഏറ്റവും അടിപൊളി സ്ഥലമാണ് ഈ പിഴലയൊക്കെ ഉൾപ്പെടുന്ന കടമക്കുടി. അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കളർഫുൾ ആവുമെന്നോർത്താണ് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ കൂടെയുള്ള ആളെ കൂടെ കാണിച്ചു തരാം. കണ്ടോളൂ, ഹലോ. ഇപ്പോൾ പോലെ എറണാകുളത്തുനിന്ന് ആനകൾ ഒത്തിരിയുള്ള ആനക്കട്ടിയിലേക്ക് ഡയറക്റ്റ് വഴി എന്ന് വെച്ചാൽ പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെ പോകാനാണ്. 5 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തും. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് വളഞ്ഞ വഴിയാണ്. അതായത് അട്ടപ്പാടിയുടെയും സൈലന്റ് വാലിയുടെയൊക്കെ വൈബ് ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അധികം കാഴ്ചകളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ വഴി പോകുമ്പോഴത്തേക്കിനും. പക്ഷെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്കൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണെങ്കിലും കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പം റോഡുകളൊക്കെ നന്നാകും. പിന്നെ അങ്ങോട്ട് ഫുള്ള് പാലക്കാടൻ കാറ്റൊക്കെ അടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. മണിക്കൂറൊക്കെ പ്ലാൻ ചെയ്തിറങ്ങിയിട്ട് 7.5 മണിക്കൂർ എടുത്തു നമ്മൾ ആനക്കട്ടിയിലെ ഈ ടസ്കേഴ്സ് ഹിൽസിൽ എത്താനായിട്ട്. ആനക്കട്ടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. നമ്മളിങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ റൂമിലോട്ട് പോകണം. റൂമിലോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ തന്നെ സ്റ്റാഫിനോട് ചോദിക്കാം. വിഷ്ണു പറയാം, ഇവിടെ എത്ര ടൈപ്പ് റൂമുണ്ട്? നമുക്ക് മൊത്തം വരുന്നത് 32 റൂമുണ്ട്. 32 റൂം. ഓക്കെ, അതിൽ നമുക്ക് 2 പൂൾ വില്ലാസ് ഉണ്ട്. ഓക്കെ, പൂൾ വില്ല 2 നമ്മുടെ പൂൾ വില്ല അല്ലേ? അതെ, നമ്മൾ എടുക്കുന്നത് റൂം നമ്പർ 1 ഉണ്ട്. ഓക്കെ, അധികം ആളും ബഹളമൊന്നും ഇല്ലെങ്കിലും ആർഭാടത്തിനും സമാധാനത്തിനും ഒട്ടും കുറവില്ലാത്ത ഒരു റിസോർട്ടാണിത്. പോപ്പി ഗ്രൂപ്പിൻ്റെ ആണ്. ഇവിടെ എല്ലാം ഇൻഡിപെൻഡന്റ് വില്ലാസ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ പല കാറ്റഗറീസ് ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. ഇത് ഒരു പൂൾ വില്ലയാണ്. 2 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒക്കെ കാലത്ത് ഇത് കുറച്ച് റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. പണിയെടുക്കാം, ഇടയ്ക്ക് ഒന്ന് കുളിക്കാം, പിന്നെയും പണിയെടുക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ എല്ലാം ആനമയമാണ്. ഈ റിസോർട്ടിൻ്റെ പേരും അങ്ങനെയാണ്, ടസ്കേഴ്സ് ഹിൽസ് എന്നാണ്. ആനക്കട്ടി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആനകളുടെ ഒരു കേന്ദ്രമാണ്. അതിൻ്റെ കഥകളൊക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വർത്തമാനമൊക്കെ പറഞ്ഞ് കറങ്ങിയടിച്ച് നടക്കാനും റെസ്റ്റ് ചെയ്യാനും പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സമാധാനത്തോടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. പിന്നെ വിശാലമായൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ അവിടെ നായികയും ക്യാമറയും വെള്ളത്തിൽ ചാടാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. വേറൊന്നുമല്ല, വെള്ളത്തിലൊക്കെ ഇരുന്ന് ഫുഡ് അടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ ഒരു ചെറിയ സംഭവമുണ്ട്. ഇത് ഇങ്ങനെ ആവശ്യമുള്ള ഫുഡ് പൂളിലൊക്കെ സെറ്റ് ചെയ്ത് അവർ തരും. ഫുഡൊക്കെ നമ്മുടെ ചോയ്സാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് തരും. പൂളും ഫുഡും കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം അങ്ങ് പോയി. രാത്രിയിൽ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നെങ്കിലും രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിന് ചുറ്റും വലിയ മതിലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊന്നും കൊണ്ടല്ല, ആനയുടെ ശല്യം തടയാൻ വേണ്ടിയാണ് അവർ അത്ര പൊക്കത്തിൽ കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇവിടെ ഒരു വിൻമില്ലുണ്ടല്ലേ, വിൻമില്ലിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ അവിടെ സൺറൈസ് അടിപൊളിയാണ് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാണ്.
പോയാലോ? എക്സൈറ്റഡ്? യെസ്. നല്ല മഞ്ഞിൽ കുളിച്ച ആ മോർണിംഗിൽ ഞങ്ങൾ പയ്യെ വണ്ടിയൊക്കെ ആയിട്ട് പോയി. പോകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു, പോകുന്ന വഴിയിൽ ഇടയ്ക്കുള്ള വഴികളൊന്നും കയറിപ്പോകല്, ഈ പറഞ്ഞ പോലെ ആനയുടെ ശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പം നമ്മളൊരു സ്ഥലത്തെത്തി. കണ്ടിട്ട് വലിയ ആളും അനക്കമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നില്ല. ലൊക്കേഷനിലെത്തി. നല്ല മഞ്ഞാണ്. ഈ ലൊക്കേഷനിലാണ് അയ്യപ്പനും ഘോഷയും ഷൂട്ട് ചെയ്തത്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് അവിടെ പോലീസ് സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്തത്. പോവാം, കയറുമല്ലേ? ഒരു പ്രത്യേക ടൂറിസ്റ്റ് സ്പോട്ടിന് വേണ്ട ഒരു ലുക്കോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ വഴിയെന്ന് പറയാവുന്ന ഒരു വഴിയിലൂടെ ഞങ്ങൾ പയ്യെ മുകളിലോട്ട് കയറി. മോർണിംഗ് ടൈം ആയതുകൊണ്ടും ചെറിയ മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ടും പ്രത്യേക ഒരു സുഖം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനൊക്കെ ആയിട്ട്. ചുറ്റും കാറ്റാടി മരങ്ങളാണ്, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുന്നുകളുണ്ട്. അതിലൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അയ്യപ്പനും ഘോഷിയും എന്ന സിനിമയിലെ കുറേ രംഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പോലീസ് സ്റ്റേഷനും ആ കടമുറികളും എല്ലാം. പാലക്കാട് കോയമ്പത്തൂർ സൈഡിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി വിൻമില്ലുകൾ കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ കറക്കത്തിന് ശേഷം തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ഒരു ആനമയമാണ്. ചായ കുടിക്കുന്ന കപ്പ് വരെ ആനയുടെ ഷേപ്പിലുള്ളതാണ്. ഫുഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളത് അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഒരു അടിപൊളി സൺറൈസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബുഫയാന്ന് പറഞ്ഞേ. എന്താ വേണ്ടേ? ദോശ. റെസ്റ്റോറൻറ്റും ഒരു ആനയുടെ പേരിലാണ് അറിയപ്പെടുന്നത്, വൈറ്റ് എലഫൻറ്റ്. കുറേ അധികം ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. അതും എല്ലാം വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഇവിടെ ഈ തൊട്ടടുത്ത് കോപ്പിയിൽ വെക്കുക സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോപ്പി നിങ്ങൾ കേട്ടിട്ട് കാണും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോവാണ്. കറക്റ്റല്ലേ? കോപ്പിയിൽ വെക്കല്ലേ? എന്തെങ്കിലും ഒരു കോപ്പി. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാം. നമുക്ക് പോകാനായിട്ടുള്ള ജീപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നൈറ്റ് സഫാരിയൊക്കെ ഉണ്ട്, ആനയെ ലൈവായിട്ട് കാണാനായിട്ട്. എന്തോ നമ്മളതിനൊന്നും പോയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ആൾക്കാർ, അവരോട് തന്നെ നമുക്ക് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് പൊതുവെ തമിഴാണ് അവർ സംസാരിക്കുന്നത്.
மெயினாக யானை வருங்க மெயினாக யானை வந்து இந்த பெலாப்பழங்க பெலக்காய் எல்லாம் சாப்பிட்டு போயிடுங்க வந்து ஆளுகள் தொந்தரவு பண்ணுங்க. இந்த எல்லா ஊர்ல வருங்க. அப்புறம் வந்து வீடெல்லாம் அடிச்சிருங்க இந்த கண்ணாடி அடிச்சிருங்க இந்த வீடெல்லாம் அடிச்சிருங்க. பயங்கர தொந்தரவு பண்ணுங்க. ആളുകളെ ഏതാவது ഭയപ്പെടുത്തുമോ? எங்க வீட்லயும் ஒரு கண்ணாடியே உடஞ்சு போச்சு. ஓ எங்க வீட்டுல தாங்க வந்து ஒரே தட்டுக்கு நிறைய ஆனை இருக்கா? கூட்டமா இருக்கு மலைக்குள்ள நிறைய எல்லாம் நம்ம எத்தனை கணக்கு எடுக்க முடியாது அந்த அளவுக்கு இருக்கு. வீட்லயும் வந்து ஒரு 10 மணி இருக்குங்க. 10 மணிக்கு முன்னாடி நின்றுங்க ஒரே தட்டு அண்ணன் ரொம்பிங்க இது முன்னாடி ஒரே தட்டு கண்ணாடி உடஞ்சு போச்சு எங்க கண்ணாடி. அப்படியெல்லாம் பயங்கர பிரச்சனை. டெய்லி சும்மா தட்டுன்னு தட்டுறது வீட்டு முன்னாடியே நிக்கி வந்து பட்டாசு மட்டும் கொளுத்தினாதான் போகும். கையெல்லாம் போகாது. ഇവരുടെ വാക്കിൽ നിന്ന് മനസ്സിലായത് സ്ഥലം അത്ര നിസ്സാര സ്ഥലമല്ല. ആനകളുടെ ശല്യം കാര്യമായിട്ടുണ്ട്. വൈകിട്ടൊക്കെ ഇവരുടെ വീടുകളിലൊക്കെ വന്ന് ഡോറിലൊക്കെ കൊട്ടും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ശ്രദ്ധിച്ചായിരുന്നു, ഈ ആനക്കട്ടിയുടെ എല്ലാ വഴികളുടെയും സൈഡിൽ എർത്ത് കമ്പികൾ, അതായത് ആന കടന്നു വരാതിരിക്കാൻ വേണ്ടി കറണ്ട് കൊടുത്തിട്ടുള്ള കമ്പികൾ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് കുറേ അടുത്ത്. നമ്മുടെ അടുത്ത സ്പോട്ടായ കൂപ്പിലുവാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള യാത്ര തിരിച്ചു. ഏതോ ഫോറസ്റ്റൊക്കെ കയറി പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് പോകേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലെന്നും പ്രത്യേകം അവർ പറഞ്ഞായിരുന്നു. എങ്കിലും അത് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. നല്ല തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. ഈ വഴിയിലൊക്കെ ആന ഇറങ്ങുന്നതെന്നാണ് നമ്മുടെ വണ്ടിക്കാരൻ ചേട്ടൻ പറഞ്ഞത്. ഏതായാലും എടുത്തേക്ക് അവിടെ വീരപ്പൻ്റെ ഭാര്യ വന്നിട്ട് വീരപ്പൻ്റെ പേര് എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഇവർ പറയുന്നേ ഉള്ളൂ. ഉള്ളതാണെന്ന് അറിയത്തില്ല. എന്ന് കാണിക്കാം. ഇത് എന്തായിട്ട് എഴുതിയേക്കുന്നത്? തമിഴില് മുത്തളക്. മുത്തളക്. മുത്തളക് മുത്തളക് എന്ന് വെച്ചാൽ പെണ്ണുമ്പിള്ളയുടെ പേര്. പേരാ? ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറണ്ട് കമ്പി വലിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. ചെറിയൊരു എർത്തേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അകത്തോട്ട് കയറി. അവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ചു ദൂരം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു കാടിന് അന്തരീക്ഷമൊക്കെ വരും. കുറേ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കോപ്പിലുവാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയലായ വെരുകിൻ്റെ വിസർജനം, അത് വെരുക് കാട്ടിൽ നിന്ന് വരികയും ഇവിടെ നിക്ഷേപിച്ച് പോവുകയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. കാര്യം അതൊരു ട്രേഡ് സീക്രട്ടാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവിടെ കിടന്ന് അധികം കറങ്ങാനൊന്നും നിന്നില്ല. പരിപാടി വൈൻഡപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ മുൻവിധികളൊന്നും ഇല്ലാതെ വന്ന് സമാധാനത്തോടെ ആനയൊക്കെ കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന ചെറിയൊരു സ്ഥലമാണ് ആനക്കട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെന്നാൽ വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.